and all my Kerala colleagues over here and all my colleagues from Wayanad as well. I welcome all of you to this meeting, and I want to say how grateful I am for the immense love that all of you are giving me. എന്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, ശ്രീ KC വേണുഗോപാൽജി, രമേശ് ചെന്നിത്തലജി, അതുപോലെ വേദിയിലുള്ള എന്റെ സഹപ്രവർത്തകരെ, വയനാട്ടിലുള്ള എന്റെ സഹപ്രവർത്തകരെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എനിക്ക് നൽകുന്ന ഇത്രയും വലിയ സ്നേഹത്തിന് ഞാൻ എത്രമാത്രം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. A few days ago, I came to Wayanad to file my nomination papers to become the UDF candidate from Wayanad. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാട്ടിൽ എന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഞാൻ വയനാട്ടിൽ വന്നു. I was arriving in my hotel at around 8 o'clock at night when on this road I saw 3 or 4 people standing, so I stopped and started speaking to them. അന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോൾ തലേ ദിവസം രാത്രിയിൽ ഞാൻ ഹോട്ടലിലേക്ക് വരുന്ന വഴിയിൽ രാത്രിയായിരുന്നു. ആ സമയത്തുള്ള റോഡിൽ 3-4 പേരുണ്ടായിരുന്നു. അവർ നിന്നപ്പോൾ ഞാൻ അവിടെ നിർത്തി. അവരെന്തോ സംസാരിക്കായിരുന്നു, ഞാൻ അവിടെ നിർത്തി. One of them was from the army. അതിൽ ഒരാൾ ആർമിയിൽ നിന്നുള്ള ആളായിരുന്നു. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോൾ തലേ ദിവസം രാത്രിയിൽ ഞാൻ ഹോട്ടലിലേക്ക് വരുന്ന വഴിയിൽ രാത്രിയായിരുന്നു. ആ സമയത്തുള്ള റോഡിൽ 3-4 പേരുണ്ടായിരുന്നു. അവർ നിന്നപ്പോൾ ഞാൻ അവിടെ നിർത്തി. അവരെന്തോ സംസാരിക്കായിരുന്നു, ഞാൻ അവിടെ നിർത്തി. One of them was from the army. അതിൽ ഒരാൾ ആർമിയിൽ നിന്നുള്ള ആളായിരുന്നു. And he spoke Hindi also, so he explained to me that he had traveled all around the country with his job in the army. അദ്ദേഹത്തിന് ഹിന്ദി സംസാരിക്കാൻ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയായിരുന്നു, ആർമിയിലായിരുന്ന സമയത്ത് അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിച്ച കാര്യം എന്നോട് പറയുകയായിരുന്നു. And he said that my mother wants to meet you. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് എന്നെ കാണണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. But he said she couldn't walk up to here because she has a problem with her leg. പക്ഷെ അദ്ദേഹം പറഞ്ഞു, റോഡ് വരെ പ്രിയങ്കജിയെ കാണാൻ വേണ്ടിയിട്ട് റോഡ് വരെ വരാൻ നമുക്ക് പറ്റില്ല, കാരണം അമ്മയുടെ കാലിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നു, നടക്കാൻ പറ്റില്ല. So I said, take me to your house. And I walked with him towards his house. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പൊ ശരി, എന്നാ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് നടന്നുപോയി. When I reached his house, it was already dark. And in the veranda of his house, I saw his mother. She was wearing a white long dress. She was waiting. And when she saw me, she had never seen me before. She had never seen me before. But when she saw me, she hugged me and held me as if I was her child. അത് മാത്രമല്ല, ഞാൻ ആ വീട്ടിലേക്ക് നടന്നു പോയപ്പോൾ രാത്രിയായിരുന്നു. ആ സമയം വരാന്തയിൽ ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയെ കണ്ടു. വെള്ള ഡ്രസ് ഇട്ടിരിക്കുന്ന അമ്മയായിരുന്നു. ആ അമ്മ എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. മുമ്പ് അമ്മ എന്നെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ എന്നെ കണ്ടപ്പോൾ സ്വന്തം മകളെ പോലെ എന്നെ ആലിംഗനം ചെയ്ത് ആ അമ്മ ചേർത്ത് പിടിക്കുകയായിരുന്നു വയനാട്ടിൽ. And I can truthfully tell you, I did not feel any difference in the way she held me and the way my mother holds me. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ, ആ അമ്മ എങ്ങനെ എന്നെ ആലിംഗനം ചെയ്ത് ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നെ ആലിംഗനം ചെയ്യുന്നതും ആ അമ്മ എന്നെ ആലിംഗനം ചെയ്തതും തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയില്ല, ഞാൻ നിങ്ങളോട് പറയുകയാണ്. She held my hand and took me in her home. She made me sit down and she put her rosary in my hand. അത് മാത്രമല്ല, ആ അമ്മ എൻ്റെ കൈ പിടിച്ചു എന്നെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അത് മാത്രമല്ല, ആ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നു. Her name is Fria, and she told me, this rosary you give to your mother. അത് മാത്രമല്ല, ആ അമ്മയുടെ പേരെന്തായിരുന്നു അറിയോ? ഫ്രീസിയ. എൻ്റെ കയ്യിൽ കൊന്ത വെച്ച് തന്നിട്ട് ആ അമ്മ എന്നോട് പറഞ്ഞു, ഈ റോസറി, ഈ കൊന്ത കൊണ്ടുപോയി നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കണം, അതായത് സോണിയ മാമിന് കൊടുക്കണം എന്നാണ് ആ അമ്മ എന്നോട് പറഞ്ഞത്. I felt like I have not even stepped into Wayanad and I already have a mother here. അത് മാത്രമല്ല, എനിക്ക് എന്താ തോന്നിയെന്നറിയോ? ഞാൻ വയനാട്ടിലോടൊന്ന് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ, അപ്പോഴേ എനിക്ക് ഇവിടെ ഒരു അമ്മയെ കിട്ടിയെന്നാണ് അന്നത്തെ ദിവസം എനിക്ക് തോന്നിയത്. That is how you made me feel. In the first moment that I stepped onto your soil. നിങ്ങളുടെ ഈ മണ്ണിൽ, വയനാടിന്റെ മണ്ണിൽ ആദ്യത്തെ പ്രാവശ്യം കാലെടുത്ത് വെച്ചപ്പോൾ വയനാട്ടുകാരായ നിങ്ങൾ അങ്ങനെയാണ് എനിക്ക് തോന്നിപ്പിച്ചത്. എനിക്കൊരു അമ്മയെ തന്നതുപോലെയാണ് നിങ്ങൾ എന്നെ തോന്നിപ്പിച്ചത്. When I was sitting next to Fria and she handed me the rosary, it reminded me immediately of when I was 19 years old.
ഞാൻ ഫ്രേസിയ എന്ന് പറയുന്ന അമ്മയുടെ അടുത്തിരുന്നപ്പോൾ ആ അമ്മ എൻ്റെ കയ്യിൽ കൊന്ത തന്നപ്പോഴൊക്കെ ഞാൻ 19 വയസ്സ്, എനിക്ക് 19 വയസ്സുണ്ടായിരുന്ന ആ സമയത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. My father had just died, and maybe 6 or 7 months later, Mother Teresa had come to my house to meet my mother. എൻ്റെ അച്ഛൻ മരിച്ച സമയമായിരുന്നു. ആ സമയം ഒരു 5-6 മാസം കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം മദർ തെരേസ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ കാണാൻ വന്ന സമയമായിരുന്നു. I had fever, so I was lying down in my bed. I didn't go out of the room. ആ സമയത്ത് എനിക്ക് പനി പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ മദർ തെരേസ വന്നപ്പോൾ ഞാൻ കാണാൻ പോയില്ല. ഞാൻ എൻ്റെ റൂമിൽ തന്നെ ബെഡിൽ കിടക്കുകയായിരുന്നു. But she asked to see me, and she came into my room and she sat by my bedside and she put her hand on my head. പക്ഷെ മദർ തെരേസ എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നെ കാണണമെന്ന് പറഞ്ഞ് ആ റൂമിൽ വന്നു. ഞാൻ കിടക്കുകയായിരുന്നു. അമ്മ എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചു. And just like Fria, she took my hand and she put her rosary in my hand. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ വന്നപ്പോൾ ഫ്രേസിയ എന്ന അമ്മ എൻ്റെ കയ്യിൽ ആ കൊന്ത വെച്ച് തന്നതുപോലെ അന്ന് മദർ തെരേസ എൻ്റെ കൈ പിടിച്ച് മദർ തെരേസയുടെ കയ്യിലിരുന്ന കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നു. And I think she saw that I was suffering because my father had died and I was troubled. And she probably may have realized that maybe I had fever because I was suffering and I was sad. ആ സമയം എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ സമയമായിരുന്നു. അന്ന് മദർ തെരേസയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്, ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് പനി പിടിച്ചതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാവും ഒരു പക്ഷേ ആ കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. And she said to me, "You come and work with me." അന്ന് മദർ തെരേസ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. So about 5 or 6 years later, after I got married and I had my own home, I went to work with Mother Teresa's sisters in Delhi. വിവാഹം കഴിഞ്ഞ് 5-6 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് സ്വന്തം കുടുംബമൊക്കെ ആയ ശേഷം മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ പോയി. So I started, my job was to teach the little children there some English and some Hindi. എൻ്റെ ആദ്യത്തെ അവിടുത്തെ തൊഴിൽ മദർ തെരേസയുടെ സന്യാസി സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള കൊച്ചു കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ഹിന്ദി പഠിക്കുക എന്നൊക്കെയുള്ള ജോലി ചെയ്താണ് ഞാൻ അവിടെ തുടങ്ങിയത്. This is the first time that I'm talking about this in public, but it has a context. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളോട് അത് പറയാൻ ഒരു സാഹചര്യമുണ്ട്. So my job was to teach the children, but on Tuesdays we also cleaned the bathrooms. We washed and mopped the floors. I helped to cook the food sometimes. Sometimes we taught them how to paint. Sometimes we took them for outings. കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു എൻ്റെ ജോലി. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് പാചകം ചെയ്യാൻ വരും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാചകം ചെയ്യണം, അവിടെയൊക്കെ വൃത്തിയാക്കേണ്ടി വരും. കുട്ടികൾ ചിലപ്പോൾ പെയിന്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് പുറത്തു പോകേണ്ടി വരും. ഇതൊക്കെയാണ് അവിടെ ചെയ്തിരുന്നത്. And by working with them, I began to understand their suffering and their pain and what service means. അവരോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ, മദർ തെരേസയുടെ സന്യാസി സമൂഹത്തോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കഷ്ടപ്പാട് എന്താണ്, ദുഃഖം എന്താണ് എന്ന് മനസ്സിലായി. അതുപോലെ സേവനം എന്താണ് എന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. And how a community can support those who have less, those who are suffering, those who are in trouble. അതുപോലെ അന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു സമൂഹത്തിന് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ, നമ്മളെക്കാൾ കുറച്ചുള്ളവരെ, ബുദ്ധിമുട്ടുള്ളവരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലായി.